നമസ്കാരം. ഇന്ത്യ-പാകിസ്ഥാൻ സംഘർഷത്തെ തുടർന്ന് യുഎഇയിലെ വിവിധ വിമാനത്താവളങ്ങളിൽ നിന്ന് ഇന്ത്യയിലേക്കും പാകിസ്ഥാനിലേക്കുമുള്ള ഒട്ടേറെ വിമാനങ്ങൾ റദ്ദാക്കി. ഗൾഫ് മേഖലയിൽ വ്യോമപരിധി നിയന്ത്രണങ്ങൾ ശക്തമാക്കിയതിനെ തുടർന്ന് പല വിമാനങ്ങളും വഴിതിരിച്ചുവിടുകയും വൈകുകയും ചെയ്തു. സ്പൈസ് ജെറ്റ്, എമിറേറ്റ്സ്, ഇൻഡിഗോ വിമാന കമ്പനികൾ വടക്കേ ഇന്ത്യയിലെ വിമാനത്താവളങ്ങൾക്ക് ഇത് സംബന്ധിച്ച് നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട്. ചിലയിടങ്ങളിലേക്കുള്ള വിമാനങ്ങൾ വൈകുകയോ റദ്ദാക്കുകയോ ചെയ്തതായി ദുബായ് ആസ്ഥാനമായുള്ള എമിറേറ്റ്സ് എയർലൈൻസ് ഫ്ലൈ ദുബായ് അധികൃതർ വെബ്സൈറ്റിലൂടെ അറിയിച്ചു. ദുബായിൽ നിന്ന് ഡൽഹിയിലേക്കുള്ള എമിറേറ്റ്സ് EK513 വിമാനം റദ്ദാക്കി. അതേസമയം കേരളത്തിലേക്കുള്ള സർവീസുകളെ ഇതുവരെ ബാധിച്ചിട്ടില്ല എന്നാണ് റിപ്പോർട്ടുകൾ. ധർമ്മശാല, ലേ, ജമ്മു, ശ്രീനഗർ, അമൃത്സർ എന്നിവിടങ്ങളിലെ വിമാനത്താവളങ്ങൾ അടച്ചതിനാൽ ഈ സെക്ടറുകളിലേക്ക് യുഎഇയിൽ നിന്നുള്ള സർവീസുകൾ താൽക്കാലികമായി റദ്ദാക്കിയതായി സ്പൈസ് ജെറ്റ് അറിയിച്ചു. യുഎഇയിൽ നിന്ന് പാകിസ്ഥാനിലേക്കുള്ള 13 വിമാനങ്ങളും റദ്ദാക്കിയിട്ടുണ്ട്. മുൾട്ടാൻ, ലാഹോർ, സിയാൽകോട്ട്, കറാച്ചി, ഫൈസലാബാദ്, ഇസ്ലാമാബാദ് എന്നിവിടങ്ങളിലേക്കുള്ള ചില വിമാനങ്ങൾ റദ്ദാക്കിയവയിൽ ഉൾപ്പെടും. പാകിസ്ഥാൻ വഴിയും പാകിസ്ഥാനിലേക്കുമുള്ള എല്ലാ സർവീസുകളും നിർത്തിയതായി എയർ അറേബ്യയും അറിയിച്ചു. ലുഫ്താൻസ, എയർ ഫ്രാൻസ്, ബ്രിട്ടീഷ് എയർവേസ് എന്നിവ പാക് വ്യോമപാത ഒഴിവാക്കി പുതിയ റൂട്ടിലൂടെയാണ് സർവീസ് നടത്തുന്നത്. ഒരു അറിയിപ്പ് ഉണ്ടാകുന്നതുവരെ പാകിസ്ഥാന് മുകളിലൂടെ സർവീസ് നടത്തില്ലെന്ന് എയർ ഫ്രാൻസും ലുഫ്താൻസയും അറിയിച്ചു.